ഞാനിപ്പോ ശരിക്കും ആഴത്തിൽ പ്രീത ഐ മീൻ പാവയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഞാൻ മറന്നുപോയി. എനിക്ക് പോയി കാറ്ററിംഗ് ചെക്ക് ചെയ്യണമായിരുന്നു. രോഹിത് സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട പ്രീത, താങ്ക് യു. ഇങ്ങ് തന്നേക്ക് ആ ഗ്ലാസ്. കണ്ടോ, ഇപ്പൊ അവളുടെ വായ അടഞ്ഞത് വായിൽ ഈച്ച പോയ പോലുണ്ട്. ഐ മീൻ അവള് കരുതിയത് ഞാൻ പാവയ്ക്ക് ജ്യൂസ് കഴിക്കില്ല എന്നാണ്. ബട്ട് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. എന്ത് നല്ല പെൺകുട്ടിയാടാ, എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ? നോക്കു മനുമോനെ, ഇന്ന് എല്ലാ ജോലിയും മനസ്സിരുത്തി ശ്രദ്ധയോടെ ചെയ്യണം, മനസ്സിലായോ? വളരെ നാളുകൂടിയാ ഇത്രയും വലിയ ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ അവസരം കിട്ടിയത്. ഇതിനു മുമ്പ് അപ്പിയുടെയും പ്രിയയുടെയും പാർട്ടി നടത്തിയപ്പോ ആ പാർട്ടിയിൽ നിന്റെ ചേട്ടൻ വലിയ കുഴപ്പമുണ്ടാക്കി. എന്തു പറയാനാ, അവനിപ്പോ ഏതോ ഹോട്ടലിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക. അവൻ അന്ന് കാണിച്ച ആ പണി കാരണം എനിക്ക് ഈ നിമിഷം വരെ അവരുടെ ആരുടെയും മുഖത്ത് പോലും നോക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ പോകുന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. എനിക്കും വിഷമമുണ്ട് ചേച്ചി. ഞങ്ങൾ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ നാണക്കെടേണ്ടി വന്നില്ലേ? ഞാൻ കരുതിയത് ഞാൻ പ്രിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ ജോലി ചെയ്യാമെന്ന് എല്ലാവർക്കും അത് സന്തോഷമാവും. പക്ഷേ ഇല്ല, ഇന്ന് എന്റെ ഈ മകൻ കാരണം എനിക്ക് തല കുനിക്കേണ്ടി വന്നു. നോക്കുമോനെ, ഇന്ന് നിന്റെ അനുജത്തിമാരുടെ അഭിമാന പ്രശ്നമാണ്. പിന്നെ സരള ചേച്ചിയുടെ വിശ്വാസം നമുക്ക് തകർക്കാനാവില്ല. അതുകൊണ്ട് എല്ലാ ജോലിയും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ, മനസ്സിലായോ? ഞങ്ങൾ എല്ലാ ജോലിയും ഇപ്പൊ തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇനി പപ്പയുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചോളാം. എന്താ പോരെ? ശരി മോനെ, ശരി. ആ പ്ലേറ്റിംഗ് എടുക്കുക വേഗം. ഒരു കാര്യം ചെയ്യും, ആ ജഗ്ഗും കൂടെ എടുക്കുക. ഡ്രൈ ഫ്രൂട്ട്. ഒരു കാര്യം ചെയ്യും, പുറത്ത് സാധനങ്ങൾ കിടപ്പില്ലേ, അതിലൊരു ഡബ്ബയില് ബദാം കിടപ്പുണ്ട്, വേഗം പോയിട്ടുണ്ടോ? ശരി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പായസം എല്ലാവരും വീണ്ടും വീണ്ടും വാങ്ങി. നിങ്ങൾക്ക് എത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയോ അത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്തോ. കാരണം നിങ്ങൾ ഇന്ന് മോശക്കാരായിരിക്കും. അതെന്താന്ന് വെച്ചാൽ എനിക്ക് പ്രീതയെ രോഹിത്തിന് മുന്നിൽ മോശക്കാരിയായി കാണിക്കണം. മാർക്കറ്റിൽ നിങ്ങളുടെ പേര് വീണ്ടും ചീത്തയാകും. കാരണം ഞാൻ പ്രീതയുടെ പേര് കളഞ്ഞു കുളിക്കും. അതായത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കും. അതിപ്പോഴായാലും എപ്പോഴായാലും. മാഡം, എലിയെ കൊല്ലാനുള്ള മരുന്നതിനാ വാങ്ങി. നീ ആരാ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? ഇനിയും നിനക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നാവടക്കിയിരിക്കും. വിനോദ്, സോറി. അതെന്താന്ന് വെച്ചാൽ ഞാൻ വളരെ ടെൻഷനിലാണ്, അതാ നിന്നെ വഴക്ക് പറഞ്ഞത്. പിന്നെ ഈ റാറ്റ് പോയ്സൺ ആ സിന്ദൂരഭാഗ്യ ഹാളിന്റെ ഓണറില്ലേ, അവരാ എന്നോട് ചോദിച്ചത്. അവിടെ അവർക്ക് വലിയ എലിശല്യമാണത്രേ. അതിനാ ഈ വിഷം കൊണ്ട് നിന്റെ മരണം സംഭവിക്കില്ല. പക്ഷേ നിന്റെ ജീവിതമുണ്ടല്ലോ, അത് കുറച്ച് കഷ്ടത്തിലായി പോകും. മാമ, എന്താ മോളെ? ആ ആളുകളെ കട്ട്ലറി ആയിട്ട് വന്നിട്ടുണ്ട്. അവര് പുറത്ത് നിൽക്കുക. കുറച്ചധികം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം വേണ്ടി കൊടുന്നു വരുമോ? എനിക്ക് ഉറപ്പുണ്ട് ഇതുമൂലം ആരും മരിക്കില്ലെന്ന്. എല്ലാവർക്കും അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതായത് വയറുവേദന, വൊമിറ്റിംഗ്. ഞാൻ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഡിഷിലും ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ചേ ആകാവൂ. അപ്പോഴേ നിങ്ങളുടെ കാശ്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ വന്നേ, സാധനങ്ങൾ എടുക്ക്. ശരി, ബോളത് എടുക്കാം. എടുത്തോ. ഡിഷിലും ഞാൻ ഇതിട്ട് കഴിഞ്ഞു. ഇനി കാണാം ഈ പ്രീത എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ബട്ട് സ്വീറ്റ് ഡിഷ്, ഓ അത് ശരി, പായസമാണോ ഉണ്ടാക്കിയത്? ഹലോ, നിങ്ങൾ ആരാ? ഓ ഗോഡ്, ഇവന് വരാൻ കണ്ട നേരം. ഇവൻ എന്റെ കയ്യിലെ പൗഡർ എങ്ങാനും കണ്ടാ പിന്നെ. അതെ, ഞാൻ നിങ്ങളോടാ ചോദിച്ചേ, ആരാ നിങ്ങൾ? ഞാൻ ഷേർലിൻ. ഇന്ന് എന്റെ നിശ്ചയമാണ്. ഓക്കേ, ഇതെന്താണ്? ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഷെഫിനെ കാണാൻ വന്നതാ. എവിടെയാണെന്ന് അറിയാമോ? എന്തായാലും എന്നോട് പറയൂ. അതെന്താന്ന് വെച്ചാ എന്റെ അമ്മയ്ക്ക് ഡയബറ്റീസ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഷുഗർ ഫ്രീ അമ്മയുടെ പായസത്തിൽ ചേർക്കാൻ, യു നോ ഹൗ ഇറ്റ് ഇസ് റൈറ്റ്. അത്രേ ഉള്ളൂ.
നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അമ്മയുടെ പൈസത്തിൽ ഇത് തന്നെ ചേർത്തേക്കാം. ഇങ്ങ് തന്നേക്കും. ഓ ഗോഡ്, ഞാൻ ഈ പൗഡർ കൊടുത്തത് അബദ്ധമാകൂ. മാമ, റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ഉടനെ ആഹാരം ആ, വേണം. ശരി. ഓ മൈ ഗോഡ്, എന്തു പറ്റി? ഷെർലിൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വന്നേ, എന്റെ കൈ പിടിച്ച് എഴുന്നേക്ക് വാ. Damn it. എനിക്ക് വീഴാൻ കണ്ട ഒരു സമയം, അതും ഈ പ്രീതയുടെ മുന്നിൽ. എനിക്ക് അവളുടെ മുഖം പോലും കാണുന്നത് ഇഷ്ടമല്ല. നോ നോ, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ നോ മാനേജ്. നോ പ്ലീസ് ലെറ്റ് മീ ഹെൽപ്പ് ഗെറ്റ് അപ്പ് പ്ലീസ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ ഇവിടെ എന്ത് കാണാനാ നിൽക്കുന്നേ? പോയി ജോലി നോക്ക്. അയ്യോ, ഇതെന്താ നിന്റെ സാരി കാണുന്ന വെളുത്ത പൊടി? ഓ, ഈ ഡെക്കറേഷൻ പീസിന്ന് പറ്റിയതാണ്. നീ അതിലല്ലേ പോയി ഇടിച്ചത്? ഇപ്പൊ ഈ പാർട്ടിയിലുള്ളവർക്ക് ആർക്കും മണവാട്ടിയുടെ ഡ്രസ്സിൽ അല്പം പോലും കറ പറ്റുന്നത് ഇഷ്ടമായെന്ന് ഈ വരില്ലേ? പാർട്ടി തന്നെ അങ്ങനെയാണല്ലോ, കറ പിടിച്ചത്. ആദ്യ രസമായിരിക്കും, പിന്നെ പണി കിട്ടും. പരിപാടി മോശമാകും, പിന്നെ അത് വളരെ നന്നാകുമല്ലോ. നേരത്തെ ലൈറ്റ് പോയതുപോലെ. അപ്പോ ആളുകൾ ക്യാൻഡിൽ ലൈറ്റ് എൻജോയ് ചെയ്തില്ലേ? ക്യാൻഡിൽ ലൈറ്റ് നന്നായി എൻജോയ് ചെയ്തെങ്കിൽ അത് കഴിഞ്ഞ് അതിലും അടിപൊളിയായിരിക്കുമല്ലോ. ഇത്തവണ കറണ്ട് പോവുകയും ചെയ്യും, പിന്നെ വരയില്ല. അതായത് നീ പറഞ്ഞില്ലേ, കറ പിടിച്ച വസ്ത്രങ്ങളുടെ മണവാട്ടിയായി കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞു. ഓ അല്ലല്ല, അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഞങ്ങളിലുള്ള വിശ്വാസം ഒരിക്കലും തകരാൻ പക്ഷെ ഇവിടെ പാടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസം ഉറപ്പായും തകർന്നിരിക്കും. ഓ, ഈ കറ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് നനച്ചാ മാറിക്കിട്ടും. ഞാൻ നിന്നെ വാഷ്റൂമിൽ കൊണ്ടുപോകാൻ മതി. ഇറ്റ്സ് ഓക്കെ, എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ തനിയെ പൊക്കോളാം. ഓക്കെ, നേരെ പോയി റൈറ്റ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ഡോർ. ഇപ്പൊ ഞാൻ കിച്ചണിൽ കളിച്ച ഗെയിം ഉണ്ടല്ലോ പ്രീത, അത് നിന്റെ പാർട്ടിക്ക് എന്ത് വലിയ കറ നൽകുമെന്നറിയാമോ? അത് മായ്ക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ആ കറ നിന്റെ പേരിൽ നിന്ന് ഒരിക്കലും മായില്ല, ഒരിക്കലും. എത്ര വിചിത്രമായിട്ടാ ശലൻ സംസാരിച്ചത്. ഇരുട്ട്, വൈദ്യുതി, ഒരു പിടിയും കിട്ടുന്നില്ല. ഇവള് മനസ്സിൽ എന്തോ ഓർത്ത് വളരെ അപ്സെറ്റാ. ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നതായിരിക്കും, പക്ഷെ മനസ്സിലുള്ളതൊന്ന്, പുറത്തേക്ക് വന്നത് മറ്റൊന്ന്. എല്ലാം ഓക്കെ അല്ലേ മോളെ? അതെ മാമ, ഒരു ആ കുഴപ്പമില്ല, പ്ലേറ്റ് എല്ലാം ഞാൻ ഓക്കെയാ. തയ്ക്കാം. ഞാൻ കൊണ്ടുപോയിക്കാം. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആ, കണ്ടോ നീ എന്നോട് ചെയ്തേന്? ഐ വോണ്ട് ലീവ് യു. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? നിന്നെ ഞാൻ ആ, എത്ര നല്ല ആക്ടിംഗ് നീ ചെയ്യുന്നേ. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നീ കാരണം എനിക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കേണ്ടി വന്നത്. എത്ര കയ്പായിരുന്നു അത്. കഴിച്ചിട്ട് വാ തുറക്കാൻ പറ്റിയില്ല. ഏയ് ചിരിക്കണ്ട. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഓക്കെ, നീയും പാവയ്ക്കും രണ്ടും ഒരുപോലെ ആടി. ഐ ജസ്റ്റ് ഹേറ്റ് യു ബോത്ത്. അപ്പൊ നമ്മൾ സെയിം ആയല്ലോ. കാരണം എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യു. ഞാൻ വേറെന്തെങ്കിലും ആണോ പറഞ്ഞേ? ഞാനും അത് തന്നെയാ പറഞ്ഞേ. ഐ ഡോണ്ട് ലൈക്ക് യു അറ്റ് ഓൾ. ഓ, ഞാൻ കരുതിയത് നീ എന്നോട് പറഞ്ഞത് എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കുമെന്നാ. അത് നിന്റെ കുറ്റമല്ല. നിന്റെ തലയിലിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഇളകി വന്ന് ചിലപ്പോ നിന്റെ ചെവിയിൽ വീണതായിരിക്കും. ഒന്ന് വൃത്തിയാക്കി. ഒരിക്കലുമില്ല. എന്റെ ചെവി ശരിക്കും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വളരെ ഷാർപ്പാ. ചില ആൾക്കാരുടെ ഹൃദയത്തിലുള്ള കാര്യം പോലും എനിക്ക് നന്നായി കേൾക്കാൻ കഴിയും. ഓട്. എനിക്ക് നിന്റെ ഈ പൊട്ടത്തിനും കേൾക്കാൻ ഒട്ടും സമയമില്ല. ഏയ് പാവയ്ക്ക, ഐ മീൻ പ്രീത. കണ്ടോ നീ തിരിഞ്ഞു നോക്കി. മെന്റൽ. ആ ശരി ശരി, തീർന്നു. ഒരു 10 മിനിറ്റും കൂടെ. ആ ഇവിടെ ആരുമില്ല ചേച്ചി, ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ടാ ഇത്ര ടൈം എടുക്കുന്നത്. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ആ ബൈ. ഓ ഹലോ ഷോട്ടി, നീ എന്താ എനിക്ക് റോസപ്പൂക്കെ തരാൻ പോകുന്നേ? നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് ചെമ്പരത്തി പോ തരേണ്ടത്. നിന്റെ ബുദ്ധി മാത്രമല്ല, ഇപ്പൊ കണ്ണു അടിച്ചു പോയാ. ഓ ഹലോ,
എനിക്കറിയാം ഇത് റോസാപ്പൂ ആണെന്ന്. എനിക്ക് നിന്റെ ഉദ്ദേശവും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഈ പോയിന്റ് നോട്ട് ഡൗൺ ചെയ്തോ. എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഐ മീൻ സ്ഥലം വിട്ടോ. സിമ്പിൾ ആയി പറഞ്ഞ ഗെറ്റ് ലോസ്റ്റ്. അതേ സൃഷ്ടി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ കാറ്റത്തെ കിളിക്കൂടെ. ഡോണ്ട് ട്രൈ ടു പുട്ട് പൊടി ഇൻ മൈ ഐസ്. ഞാൻ കണ്ടതാ ലൈറ്റ് വരുന്നത് വരെ നീ എന്നെ തന്നെ നോക്കി നിന്നത്. അപ്പോഴും നീ ഇത് തന്നെയാണോ പറയാൻ വന്നത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവാണെന്ന്? അപ്പൊ ഞാൻ നിന്നെ ഒന്നും പറയാത്തത് കിരൺ സാർ നിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിട്ടതുകൊണ്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ഹെൽപ്പിന്റെയും ആവശ്യമില്ല. സോ പ്ലീസ്. തന്നെയല്ല, എനിക്കറിയാം നീ എന്നെ നോക്കി നോക്കി ഇവിടെ വരെ എത്തിയതാന്ന്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോ വന്നിരിക്കുന്നു ലൈൻ അടിക്കാൻ റോസാപ്പൂവായിട്ട്. അയ്യോ സൃഷ്ടി, നീ എത്ര ബുദ്ധിയില്ലാത്ത പെണ്ണാണ്. ആളുകൾ പറയുന്നത് ശരിയാ, ഇക്കാലത്ത് ആർക്കും നല്ലത് ചെയ്യാൻ പാടില്ല. ഓ ലിസൺ ഷോർട്ടി, ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ എന്ത് പറ്റി? ഐ ആം സോറി സമീർ, ഞാൻ അങ്ങനെയൊന്നും നിന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ നോക്കിയുള്ളൂ. ആൻഡ് ആക്ച്വലി നീ എന്നെ ഹെൽപ്പ് ചെയ്തു. അതെ, നീ എന്നോട് ഇതുപോലെ നന്നായിട്ട് നോക്കിയും കൊണ്ട് സംസാരിക്കാൻ. അല്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരുപാട് മാപ്പ് പറയേണ്ടി വരും. സോറി സോറി, ഇനി അങ്ങോട്ട് ഇങ്ങനെ സംഭവിക്കില്ല. ഞാൻ എപ്പോഴും നിന്നെ തെറ്റിദ്ധരിക്കും, എന്താന്നറിയില്ല. ഒരു മിനിറ്റ്. നീ എന്നെ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി താങ്ക് യു റോസ്. അവൾ ഓടിപ്പോയത് കണ്ടില്ലേ, നാണം വന്നെന്ന് തോന്നുന്നു. ഇനി ഞാൻ കിരൺ ചേട്ടനോട് പറയാം, ഞാനും ചേട്ടനെ കണ്ട് പഠിച്ചെന്ന്. ഒരു പെൺകുട്ടി എനിക്ക് റോസ് തന്നു. വാ. ബുദ്ധിയില്ലാത്തവനെ, ഞാനെന്താ അത്രയ്ക്ക് മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചോ നിന്നെ വിശ്വസിക്കാൻ? ഞാൻ നിന്നെ സഹായിക്കാനാ വന്നേ. എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട, മനസ്സിലായോ? ആ പിന്നെ സ്റ്റേ അവേ ഫ്രം മീ യു ലോയർ. ഇവളുണ്ടല്ലോ ഒന്നാം നമ്പർ പാരയാണ്. ഇവളെ എനിക്ക് മനഃപൂർവ്വം മുള്ളുള്ള റോസപ്പുകൾ എന്നതാ. ഇനി മുതൽ ഇവളെ ഞാൻ ഒരിക്കലും സഹായിക്കില്ല. ഷീ ഡസന്റ് ഡിസർവ് ഇറ്റ്. നന്നായി, ഈ കറ പോയി കിട്ടി. ഒരു പാടുപോലും ഇല്ലാതെ ഇത് മാഞ്ഞു പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ പ്രീതയും എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കും. ഇനി എന്താ നടക്കാനുള്ളത്? മതി, ആ റിംഗ് സെറമണി കൂടിയേ പൂർത്തിയാകാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഗസ്റ്റും ആഹാരം കഴിക്കും. പിന്നെ ഉടൻ തന്നെ പ്രീതയും അവളുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ ആ കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴേ എന്റെ മനസ്സിന് ഒരാശ്വാസം ലഭിക്കുള്ളൂ. പ്രീത, ഇനി നിന്റെ കാര്യം പോക്ക. മോളെ ഒന്ന് വേഗം വാ, നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം കാണിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. ആന്റി ആന്റി വളരെ സന്തോഷത്തിലാണല്ലോ. ആന്റി എന്ത് കാണിച്ചു തരാന്നാ പറഞ്ഞേ? മോളെ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഷേർലിന് നിശ്ചയത്തിനിടാനുള്ള മോതിരം വന്നിട്ടുണ്ട്. നിന്നെ അത് കാണിക്കാൻ വേണ്ടിട്ടാ. വാ നോക്ക്, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ആന്റി. പക്ഷെ എനിക്ക് തോന്നുന്നതാണോന്ന് അറിയില്ല, ഇതിന്റെ ഡയമണ്ട് സെന്ററിലല്ല ഇരിക്കുന്നത്. ആന്റി നോക്കിയേ, എന്നാലും കുഴപ്പമില്ല. അതെയോ, സെന്ററിലല്ലേ? ഒരു മിനിറ്റ്, ഇനി പറയേ എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാം ആന്റി, ഇതിപ്പോ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. അത് ശരിയാ. നിന്റെ ചോയ്സ് ഒരിക്കലും മോശമാവില്ല. പക്ഷെ നിന്റെ മോന്റെ എൻഗേജ്മെന്റ് നടക്കണ്ടേ? അവിടെ തിരുമേനി വിളിക്കുന്നുണ്ട്, വേഗം വരും, സമയമായി. ഞാനിപ്പോ വരാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, ഞാൻ വരാം. രോഹിത്തിനെയും കണ്ടില്ല, എവിടെ പോയോ ആവോ? എപ്പോ നോക്കിയാലും വന്ന് ഇടയിൽ കീർക്കുള്ളൂ. മോളെ, ആ മോതിരം കിട്ടാ, മുഹൂർത്ത സമയം ആകാറായി. ഇത് വിരലിന്ന് ഊരാൻ പറ്റുന്നില്ലല്ലോ. ഒരു സെക്കൻഡ് ആന്റി ഒന്ന് നോക്കിയേ. ഒരു മിനിറ്റ്.
അയ്യോ ദൈവമേ, ഈ മോതിരം നിന്റെ വിരലിലോ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ. പ്രീതേ, നീ ഒന്ന് നോക്ക്. ഇല്ല, ഊരാൻ പറ്റുന്നില്ല. വാ അമ്മേ, എൻഗേജ്മെന്റ് ലേറ്റ് ആവാ. അച്ഛമ്മ അന്വേഷിച്ചോണ്ടിരിക്കാം. മോനെ ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. എന്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അമ്മേ? മോനെ, മോതിരം ഇല്ലാതെ എങ്ങനെയാ നിശ്ചയം നടക്കുക? എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അത് ആക്ച്വലി മോനെ, ഡിസൈൻ കാണിക്കാൻ വേണ്ടി പ്രീതയുടെ വിരലിൽ ഞാൻ ഈ മോതിരം ഇട്ടു. പക്ഷെ അത് ഇവളുടെ വിരലിൽ കുടുങ്ങിപ്പോയി. ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രീത, ഒന്നുകൂടി ശ്രമിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല. ഇതിലിപ്പോ എന്താ അമ്മേ? വിരല് മുറിച്ച് മോതിരം എടുക്കാവുന്നേ? ഓ, എപ്പോ നോക്കിയാലും തമാശ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് സീരിയസ് ആയിക്കൂടെ? എന്നാ ശരി, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ കിരൺ, ഒരു കാര്യം പറയട്ടെ മോനെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ പ്രീതയെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് ഇവളുടെ വിരലിൽ കുറച്ച് സോപ്പ് തേച്ചിട്ട് ഈ മോതിരം ഒന്ന് ഊര ശ്രമിച്ചു നോക്ക്. ഇനി ഇതല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല. പ്ലീസ്, നീ എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്യ. അതെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ചെല്ല്, അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലേ? ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എടാ മോനെ, നീ എന്തിനാ അവളെ തനിച്ചു വിടുന്നത്? നീ കൂടി ഒന്ന് ചെല്ല്. അവിടെ അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവൾ ആരോട് ചോദിക്കും? അതുകൊണ്ട് നീ ചെല്ല്, ഒന്ന് ചെല്ല് മോനെ. നീ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. ഇതെങ്കിലും നിനക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്തൂടെ? ചെല്ല് മോനെ. അത്രയും സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിശ്ചയത്തിന്റെ സമയം ഓക്കെ. നിനക്കെന്താ സെൻസ് ഇല്ലേ? മോതിരം എടുത്ത് അണിഞ്ഞോണ്ട് എനിക്ക് ഒരു ഷോക്കും ഇല്ല. രാഗി ആന്റി അണിയിച്ചേ, അല്ലേ തന്നെ എന്റെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. അതിന്റെ ഇവള് കുറച്ച് പേടിച്ചു ഷേർലിൻ. ഷോക്കായി പോയിന്നേ. ഓ, ഇവ മോതിരം മറിക്കാണ്. ഷേർലിൻ ഇത് കാണുകയാണെങ്കിൽ വലിയ പ്രശ്നമാവും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുക? അതും ഒന്നിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാ? ഓക്കെ ശരി, നീ ഞങ്ങളെ കണ്ടതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞേക്കാം. We just started dating. We are together. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഒന്ന് ഒളിച്ചും പാത്തും ഇങ്ങനെ തമാശയൊക്കെ കാണിച്ച് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ. ആൻഡ് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ കാര്യം നീ മറ്റാരോടും പറയല്ലേ പ്ലീസ്. കൊള്ളാം. രോഹിത് ഇപ്പൊ ഇവളുടെ വായിൽ നിന്ന് പുറത്തു വന്നു. എന്റേതായപ്പോൾ കണ്ണു ചിമ്മ മുമ്പ് തന്നെ ഇവൾ ഇളയവന്റെ മേൽ മന്ത്രം പ്രയോഗിച്ചു തുടങ്ങിയോ? വാവ് പ്രീത, വാവ്. സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് ഷെർലിന്റെ ഈ തെറ്റിദ്ധാരണ മാറ്റിയേ പറ്റൂ. അത് ആക്ച്വലി ഷേർലിൻ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്റെ സ്നേഹം പ്രകടിപ്പിക്കാണ്ടിരിക്കാൻ. യുനോ, ഇവളൊരു സുന്ദരി കുട്ടിയല്ലേ, മൈ ബ്യൂട്ടിഫുൾ സ്വീറ്റ് ഹാർട്ട്. ഓ ഷേർലിൻ, നീ ഇവിടെ എന്ത് ചെയ്യാണ്? എവരിവൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിന്റെ എൻഗേജ്മെന്റ് അല്ലേ? മുഹൂർത്തം കഴിയാറായിന്ന്. ആൻഡ് മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ എൻഗേജ്മെന്റ് നടക്കില്ല. പ്ലീസ് ഗോ. We also need some space together. Thank you ഷേർലിൻ. ഇവൾക്കെന്തേ പറ്റിയത്? നോക്കൂ, നിശ്ചയത്തിനുള്ള ശുഭമുഹൂർത്തമായിരിക്കുന്നു. കാർത്തിക മോളെ, ഒരു കാര്യം ചെയ്യും, ആ മോതിരം ഇങ്ങ് കൊണ്ടുവരും. ശരി തിരുമേനി, പക്ഷെ ഒരു മിനിറ്റ്. ആന്റി, എൻഗേജ്മെന്റിന്റെ റിംഗ് എവിടെയാ? എങ്കിൽ തന്നെ. അത് മോളെ, ഇപ്പൊ തരാം. തിരുമേനി, ഞാനൊരു കാര്യം വിചാരിക്കുകയായിരുന്നു. നിശ്ചയം മുഹൂർത്തത്തിൽ തന്നെ നടക്കണം. പക്ഷെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നിശ്ചയത്തിന്റെ തൊട്ട് മുൻപായിട്ട് പെണ്ണിനും ചെറുക്കനും മധുരം നൽകിയാല് വിവാഹം 100% സക്സസ്ഫുൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, പെണ്ണിനും ചെറുക്കനും അല്പം മധുരം നൽകിയാലോ എന്ന്. അതൊരു നല്ല ശകുനമായിരിക്കുമല്ലോ എന്ന്. അത് അവരുടെ രണ്ടുപേരുടെയും ജീവിതം മാധുര്യമുള്ളതാക്കും. പിന്നെ ഈ കല്യാണം സക്സസ്ഫുള്ളും ആകും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? നീ എന്തിനാ കള്ളം പറയുന്നേ? അത് ഞാനെന്തിനാ കള്ളം പറയുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. അത് ആക്ച്വലി കാര്യം എന്താണെന്നോ, ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ വലിയ ജ്ഞാനിയായ ഒരു സ്വാമിജി എന്നോട് ഇത് പറഞ്ഞത്. അതായത് കല്യാണത്തിന് മുൻപോ നിശ്ചയത്തിന് മുൻപോ പെണ്ണിനും ചെറുക്കനും മധുരം നൽകിയാല് അവരുടെ ജീവിതം 100% സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിനക്കറിയില്ലേ നിന്റെ ഭർത്താവ് ഏതൊരു ജ്ഞാനിയെക്കാളും മോശമല്ലെന്നുള്ള കാര്യം? നിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്കറിയാം. നീ ആരോടൊക്കെ നുണ പറഞ്ഞാലും എന്നോട് കള്ളം പറയാൻ നിനക്കാവില്ല. കള്ളം പറയും മുമ്പ് തന്നെ നിന്റെ മുഖം വിളറി വെളുക്കും. സത്യസന്ധമായി പറഞ്ഞോളൂ, എന്താ കാര്യം?
നിങ്ങളൊന്ന് കേട്ടെ. ഞാനിപ്പോ പറയുന്നതും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യം എന്നെ ഒന്ന് ചെയ്യാൻ അനുവദിക്ക്. സത്യം പറയുന്ന പറഞ്ഞ് എന്നെ നിർബന്ധിച്ച ഈ എൻഗേജ്മെന്റ് തന്നെ ഇപ്പൊ മുടങ്ങിപ്പോയെന്ന് വരാം. നിങ്ങൾ കുറച്ച് മധുരം സംഘടിപ്പിക്കുക. പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കട്ടെ. നീയും വാ എന്റെ കൂടെ. നീയല്ലേ ചൂസ് ചെയ്യേണ്ട ഏത് മധുരമാ കൊടുക്കേണ്ടതെന്ന്. ഞങ്ങൾ ഇപ്പൊ വരാം മധുരം അറേഞ്ച് ചെയ്തിട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രീത. നിക്ക്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നെ കിസ് ചെയ്തത്? ഹൗ ഡെയർ യു? ആർ യു ക്രേസി? ഞാൻ എപ്പോഴാണ് നിന്നെ കിസ് ചെയ്തേ? എവിടെ കിസ് ചെയ്തേ? എന്തൊരു നുണയാ നീ പറയുന്നേ? അപ്പൊ നീ ഷേർലിന്റെ മുന്നിൽ വെച്ച് ചെയ്തത് എന്തായിരുന്നു? നിനക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ എപ്പോഴാ കിസ് ചെയ്തേ? എന്നെ പേ പിടിച്ച് പട്ടിവെല്ലാം കടിച്ചോ നിന്നെ കിസ് ചെയ്യാനായിട്ട്? നുണ, പിന്നെയും നുണ. ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടതാ നീ എന്നെ കിസ് ചെയ്തു. നീ പിന്നെ മതി. നീ എന്തൊരു വലിയ മണ്ടി പെണ്ണാടി. നിന്നെ ഞാൻ കിസും ചെയ്തില്ല, ഒരു കുന്തവും ചെയ്തില്ല. നിന്റെ അടുത്തേക്ക് വെറുതെ വന്ന് ശബ്ദം ഉണ്ടാക്കിയതാ ഞാൻ. പക്ഷെ നീ ഈ കിരൺ നമ്പരെ മാത്രം ഓർത്തുണ്ടല്ലേ ഇരിക്കുന്നത്? നിനക്ക് എന്ത് റിയലൈസേഷൻ ഉണ്ടാവാനടി അല്ലെ? ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോ എന്റെ ചൂട് നിന്റെ കവളിൽ തൊട്ടത് പോലുമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അപ്പൊ നീ എന്നെ കിസ് ചെയ്തു? അയ്യോ ഇല്ല മാഡം. ഉറപ്പാണോ അത്? ഉറപ്പായ കാര്യമാണ്. 100% സത്യമായ കാര്യോട് ഞാൻ ഈ പറയുന്നേ. അപ്പൊ ഞാൻ കേട്ട ആ ശബ്ദമോ അതെന്തായിരുന്നു? അത് വെറും ശബ്ദം മാത്രമാണ്. പിന്നൊരു കാര്യം, ഈ കിരൺ നമ്പ്യാർ സ്നേഹിക്കാത്ത ആരെയും തന്നെ ഒരിക്കലും കിസ് ചെയ്യാറേയില്ല. എനിക്ക് നന്നായി അറിയാം പ്രീത നീ എന്നെ പറ്റി ചിന്തിക്കുന്ന എന്താണെന്ന്. യു തിങ്ക് കിരൺ നമ്പ്യാർ ഇസ് എ ബാഡ് ബോയ്, പെൺകുട്ടികളെ ബഹുമാനിക്കാത്തവൻ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം, ഐ റെസ്പെക്ട് ഗേൾസ്. പിന്നൊരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം പ്രീത, കിസ്സിംഗ് നിങ്ങളുടെ ഫീലിംഗ്സോട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന്. ഞാൻ ഒരിക്കലും പെമ്പിളാരുടെ ഫീലിംഗ്സ് വെച്ച് കളിക്കാറില്ല. പിന്നെ ഇവിടെ ഒരുപാട് ഗേൾസ് ഉണ്ട്, അവർ ഞാൻ കിസ്സും ചെയ്യാറുണ്ട്. അത് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് അറിയാം നീ അതുപോലൊരു പെണ്ണല്ല എന്ന്. എന്റെ ദൈവമേ, ഭാഗ്യവൻ എന്നെ കിസ് ചെയ്തില്ല. ഇപ്പൊ നീ എന്തിനാണ് ഭഗവാനോട് താങ്ക്സ് പറയുന്നത്? എനിക്കാ താങ്ക്സ് പറയണ്ടേ? നിന്നോട് ഞാൻ മോശമായിട്ട് പെരുമാറത്തേന്, പിന്നെ തെറ്റായി ഒന്നും ചെയ്തുമില്ല. ഷടാ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇവൻ എങ്ങനെ അറിഞ്ഞു? അതോ ആലോചിച്ചപ്പോ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു? അയ്യോ നീ പറഞ്ഞില്ല എങ്കിലും എനിക്ക് മനസ്സിലാവുന്നേ. ഇനി നീ ഇതും ചോദിക്കരുത്, നീ പറയാൻ വന്നത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന്. കാരണം എനിക്ക് ഇതും അറിയാം നീ ആ ടൈപ്പ് പെണ്ണാണെന്ന്. നീ അങ്ങനെയായിരിക്കും ചിന്തിക്കാന്ന്. ഒരു മിനിറ്റ്. ഞാൻ ഏത് ടൈപ്പ് പെൺകുട്ടിയാണ്? ഓ മൈ ഗോഡ്, ഇനി ഞാൻ നിനക്ക് അതും കൂടി പറഞ്ഞു തരണോ പ്രീത? ഒബ്വിയസ്ലി നീ കൈപ്പുള്ള ടൈപ്പാണ്. ഞാനൊരു കൈപ്പുള്ള ടൈപ്പ് പെണ്ണാണെങ്കിൽ നീ ശരിക്കും ഒരു ബോറൻ ടൈപ്പ് ചെറുക്കന. ഞാൻ ആരോടാ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? നേരെ ചുവേ പറയാത്ത ഇവനോടോ? ഒരു മിനിറ്റ്, നീ എങ്ങോട്ടാടി പോകുന്നത്? നിന്നോട് ഞാൻ സംസാരിക്കല്ലേ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? വാട്ട് യു മീൻ ബൈ ദിസ്? എന്താ വളിപ്പൻ ടൈപ്പ് അല്ലേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, നിന്റെ തലയിൽ എത്ര ഐഡിയാസ് ഉണ്ടെങ്കിലും ചിന്തയുണ്ടെങ്കിലും അതൊക്കെ ആരും ബോറാ. നിനക്ക് സ്വന്തം റെപ്യൂട്ടേഷനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല. ചുരുക്കി പറഞ്ഞ നിനക്ക് ആരുടെയും മാനവും റെപ്യൂട്ടേഷനും ഒന്നും ഒരു പ്രശ്നമല്ല. ഏതൊരു പെണ്ണിനെ കുറിച്ചും നീ പറഞ്ഞു നടക്കുന്ന പൊട്ടത്തരങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്ക് ഒരു കുഴപ്പമില്ല. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ. ഓക്കെ, നിനക്കറിയാം നീ എന്നെ കിസ് ചെയ്തിട്ടില്ലാന്ന്. നീ എന്നോട് പറഞ്ഞു നീ എന്നെ കിസ് ചെയ്തിട്ടില്ലാന്ന്. പക്ഷെ ഷേർലിൻ വിചാരിച്ചിരിക്കുന്നത് നീ എന്നെ കിസ് ചെയ്തു എന്നല്ലേ? അറിയോ നിനക്ക്? എന്നിട്ട് നീ എന്തിനാ ഷേർലിൻ അങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുത്തേ? നമ്മൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന രീതിയിൽ ഞങ്ങൾ ഏതോ പ്രൈവറ്റ് കോർണർ അന്വേഷിക്കായിരുന്നു റൊമാൻസ് ചെയ്യാൻ വേണ്ടി. നിനക്കറിയാമോ അതിന്റെ അർത്ഥം എന്താണെന്ന്? അവൾ എന്തായിരിക്കും എന്നെ പറ്റി വിചാരിക്കുക? ഇനി അവള് പുറത്തു പോയി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീത, നീ എത്ര മാത്രം ഈ സംസാരിച്ചോണ്ടിരിക്കുന്നേ? എന്ത് പറഞ്ഞാലും തെറ്റായിട്ട് കാണും, തെറ്റായിട്ട് ചിന്തിക്കും. നീ ഒരു കാര്യം പറയും, നിന്റെ റെപ്യൂട്ടേഷനൊക്കെ കൂടുതലായി ഇപ്പൊ എന്റെ റെപ്യൂട്ടേഷനെ പ്രശ്നമായിരിക്കുന്നത്. നാട്ടുകാർക്ക് മൊത്തം അറിയാം ഈ കിരൺ നമ്പ്യാർ ആരാണെന്ന്. പിന്നെ അവർക്ക് ഇത് നന്നായിട്ട് അറിയാം കിരൺ നമ്പ്യാരുടെ അഫയേഴ്സ് എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ് പെമ്പിളർക്കൊപ്പം ആയിരിക്കുമെന്ന്, അല്ലാണ്ട് നിന്നെ പോലെ ലോ ക്ലാസ്സോട്ട് ആയിരിക്കില്ല. ഓക്കെ? ഓ, ഏത് ഹൈ ലെവല്? ഏത് ഹൈ ലെവലിന്റെ കാര്യം നീ പറയുന്നേ? ഹൈ ലെവല് നിന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ ഹീൽസിൽ മാത്രമേ കാണൂ. ഏത് ഹൈ സ്റ്റാൻഡേർഡ് പെൺകുട്ടികളാ? സോഫിയാണോ അതോ അനുഷ്കയാണോ? അവരുടെ സ്റ്റാൻഡേർഡിനേക്കാൾ എന്റെ സ്റ്റാൻഡേർഡ് എത്ര ഹൈ ആണെന്ന് അറിയോ? നിനക്കത് കാണണമെന്നുണ്ടെങ്കിലേ നിന്റെ ഈ പെടല് തിരിച്ച് മേലോട്ട് നോക്കിയാലേ വരൂ. ഒരു മിനിറ്റ് നീ ഒന്ന് വായ അടച്ച് പിടിക്കണേ. എന്ത് മാത്രമാണ് നീ സംസാരിക്കുന്നേ? ഞാൻ കൈമാറ്റം, പക്ഷെ നീ വാ തുറക്കോ. ഐ ഡോണ്ട് ട്രസ്റ്റ് യു. മധുരവുമായി മകരനിലാവിൽ മധുരവുമായി മറിമാനിവാനി കവിതയുമായി എൻ മനമുണർന്നു കവിളിണയിൽ പൊന്നല തെളിഞ്ഞു മൻ
നാഥനുടെ അരികിൽ ചഷകമേന്തിവ മകരനിലാവിൽ മധുരവുമായി മറിമാ. മാറ്. നീ കാരണം ഇനിയും നിശ്ചയത്തിനുള്ള സമയം വൈകും. പിന്നെ ഇനിയും മോതിരം ഊരിയിട്ടില്ല. വെറുതെ സമയം കളയാൻ. നീ ഇനി പറഞ്ഞോളൂ. നീ ഏത് സത്യം തുറന്നു പറഞ്ഞാലാ ഈ എൻഗേജ്മെന്റ് മുടങ്ങുക? രാധികേ, ട്രസ്റ്റ് മീ, ഞാൻ എല്ലാം ശരിയാക്കിക്കൊള്ളാം. നീ എന്നോടൊന്ന് പറ, പ്രോബ്ലം എന്താണ്? തിരുമേനി എല്ലാവരെയും വിളിച്ചു തുടങ്ങി. മുഹൂർത്തം തീരാറായി. അത് കാര്യം എന്താണെന്ന് വെച്ചാ നമ്മള് ഷേളിന് ഇടാനുള്ള മോതിരം വാങ്ങിയിരുന്നില്ലേ, അത് പ്രീതയുടെ വിരലിലിട്ടു. ആ മോതിരം പ്രീതയുടെ വിരലിൽ കുടുങ്ങിപ്പോയി. അത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് ഊരിയെടുക്കാൻ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീ അത് എന്താ ഇവിടെ നടക്കുന്നിടത്തി? ആ മോതിരം ഷേളിന് വേണ്ടി ഉണ്ടാക്കിയതാ. അതെങ്ങനെ പ്രീതയുടെ വിരലിൽ വന്നു? ഐ ഹോപ്പ് യു റിമെമ്പർ, ഈ വീട്ടിലെ ഭാവി മരുമകൾ ഷേളിലാണ്, പ്രീതയല്ല. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ ഞാൻ പ്രീതയെ ആ മോതിരം അണിയിച്ചത് ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ലായിരുന്നു ആ മോതിരം അവളുടെ വിരലിൽ കുടുങ്ങുമെന്നും അത് ഊരിയെടുക്കാൻ കഴിയില്ലെന്നും. ചിലപ്പോൾ വിധിയും ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ആയിരിക്കും. അല്ല, നമ്മുടെ കയ്യിൽ സെക്കൻഡ് ഓപ്ഷൻ ഒന്നുമില്ലേ? ഐ മീൻ ടു സേ, വേറെ ഏതെങ്കിലും നിശ്ചയം നടക്കാത്ത റിങ്? ഉണ്ടല്ലോ, തീർച്ചയായും ഓപ്ഷൻ ഉണ്ടാകാതിരിക്കോ? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? പിന്നെ നിങ്ങൾ രണ്ടാളും ഇവിടെ എന്താ ചെയ്യുന്നേ? അതിഥികളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഈ പെണ്ണും ചെറുക്കനും എവിടെ പോയെന്ന്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് അവരേക്ക് ബിസിയാക്കി വെക്കി. ഞാൻ പോയി റിങ് എടുത്തിട്ട് വരാം. രോഹിത് മോനെ, ഷെർലിനെയും കൂട്ടി ചെല്ലേ. നീ അങ്ങോട്ട് ചെല്ലും മോനെ, പ്ലീസ്. ചേട്ടാ, ഏത് റിങ്ങിന്റെ കാര്യം ചേട്ടൻ പറയുന്നേ? നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ അറേഞ്ച് ചെയ്തായി എനിക്ക് ഓർമ്മയില്ല. നിങ്ങളെ, നീ നിന്റെ ചേട്ടനെ സംശയിക്കുന്നോ? ഞാനല്ലേ ഇവിടെ ഉള്ളത്? നീ വിഷമിക്കുന്നത് എന്തിനാ? ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. നീ അവരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. ഞാൻ റിങ്ങുമായി വരാൻ ചെല്ലേ. പെട്ടെന്ന് വരണേ. അതെ, നിങ്ങൾ വേറൊരു മോതിരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? എന്നോടത് പറഞ്ഞില്ലല്ലോ. ആ മോതിരം എന്നെ ഒന്ന് കാണിച്ചേ. വേറെ മോതിരമൊന്നുമില്ല, പ്രീതയുടെ കയ്യിലുള്ളതേ ഉള്ളൂ. ഷെർലിന് വിഷമമാവാതിരിക്കാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞേ. ആ മോതിരം തന്നെ എടുക്കേണ്ടി വരും. നിങ്ങൾ വിഷമിക്കേണ്ടതേ. ഞാൻ ആരെങ്കിലും പറഞ്ഞു വിട്ട് കിരണിനെയും പ്രീതയും വിളിപ്പിക്കാം. ഓക്കെ? വിഷമിക്കണ്ടെന്നോ? പറയുന്നത് കേട്ടില്ലേ, വിഷമിക്കാതിരിക്കാൻ. ഇന്നെനിക്ക് ഒട്ടും സമയമില്ല പൊക്കമുള്ള ഒരു വാക്കിട്ടൊക്കെ കമ്പനിയോട് സംസാരിക്കാൻ. മിണ്ടാതെ ഇവിടുന്ന് സ്ഥലം വിട്ട സമയം. അയ്യോ 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 അയ്യോ, എന്ത് പറ്റി കാറ്റത്തെ കിളിക്കൂടെ? മരുഭൂമിയിലെ കാറ്റ് പോലെ ആടിയൊളിഞ്ഞ് നിൽക്കുന്ന എന്താ? നോക്കിയ സൃഷ്ടി, എനിക്ക് 2 കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ട്. പറഞ്ഞോ. ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നെ സ്റ്റെയർ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്റെ പിന്നാലെ നടന്നിട്ടേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് എന്റെ ഫിംഗർ ബാൻഡേജ് ഇടുകയായിരുന്നു. നീ എന്റെ പിന്നാലെ വന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. നീ സമ്മതിച്ചല്ലോ? സത്യം എന്തായാലും സത്യമാണല്ലോ. സമ്മതിച്ചപ്പോ എന്താ? എക്സാക്ട്ലി. ഞാൻ നേരത്തെ നിന്റെ പുറകെ നടക്കുകയില്ലായിരുന്നു. നിന്നെ ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മിനിറ്റ്. ഒരു കാര്യം സമ്മതിച്ചെന്ന് വിചാരിച്ച എല്ലാം സമ്മതിക്കുമെന്നല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴത്തേക്ക് സമ്മതിച്ചു. ഞാനാ ഇപ്പൊ നിന്റെ പുറകെ വന്നത്. പക്ഷെ നേരത്തെ ഐ എം സോറി, ഐ ഡു നോട്ട് അഗ്രി. ഐ എം സോറി ബട്ട് യു ഹാവ് ടു അഗ്രി. ഇതാണ് സത്യമായ കാര്യം. ഒരു മിനിറ്റ് എന്നോട് ഇത് പറ. ഞാൻ ഇപ്പൊ നിന്റെ മേളിൽ എന്ത് കുറ്റം ആരോപിച്ചേ? അതായത് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ നീ എങ്ങോട്ടാ നോക്കിയിരുന്നേ? അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കളഞ്ഞു. ഓന്ന് പറഞ്ഞ ഞാൻ കരുതി നീ എന്നെ നോക്കുവല്ലായിരിക്കുമെന്ന്. പക്ഷെ നിന്റെ ശീലമായി പോയില്ല, നീ എന്നെ നോക്കുമായിരുന്നല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ നോട്ടം എന്താ എന്റെ മുഖത്തുനിന്ന് മാറാത്തത്? എന്താ നിന്റെ പ്രോബ്ലം? നേരത്തെയോ അങ്ങനെ തന്നെ ഇപ്പോഴും നീ നിന്റെ നാവ് കൊണ്ട് തന്നെയാ പറഞ്ഞത് നീ എന്നെ നോക്കിയെന്ന്. പിന്നെ ഞാൻ എന്താ എന്റെ കണ്ണ് കെട്ടി നടക്കണോ? ഇത് ജോക്കായിരുന്നോ? നല്ല പൊട്ട ജോക്കായിട്ടുണ്ട്. നിന്റെ കണ്ണനല്ല, നിന്റെ വായാ പൊത്തി വെക്കേണ്ടത്. ഈ പൊട്ടത്തരമെങ്കിലും ഒന്ന് നിർത്തുവല്ലോ. നോക്ക്, എനിക്ക് മാപ്പ് തന്നേക്ക് പ്ലീസ്. ഇനി ഏത്തിടണോ? ഇന്നാ പിടിച്ചോ പ്ലീസ് ഒന്ന് പോയിത്താ പ്ലീസ്. ഈ മാപ്പ് പറയാനുള്ള മനസ്സ് നേരത്തെ കാണിച്ചിരുന്നെങ്കിലോ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇതല്ല ഞാൻ ഇത്രയും നാളായിട്ട് പറഞ്ഞോണ്ടിരുന്നേ. വൈകിയാണെങ്കിലും നിനക്ക് ബുദ്ധി ഉണ്ടായല്ലോ. പോയിക്കോളൂ കാറ്റത്തെ കിളിക്കൂടെ, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇനി കുറച്ചു നേരത്തേക്ക് നീ എന്റെ തല തിന്നില്ലല്ലോ. മോനെ, നീ ഒരു കാര്യം ചെയ്യേ. നീ വേഗം സരളയുടെ വീട്ടിലേക്ക് ചെന്ന് പ്രീതയും കിരണിനെയും കൂട്ടിക്കൊണ്ടു വരണം. അവര് രണ്ടുപേരും ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. കിരണും പ്രീതയോ?
പക്ഷെ വലിയമ്മ അവരില്ലാതെ നിശ്ചയം കാരണം നടക്കില്ല. നിശ്ചയത്തിന്റെ മോതിരം അവരുടെ കയ്യിലാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്. എപ്പോ ചെല്ല്. Sorry. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിച്ചോണ്ട് നിക്കാതെ. നിക്ക്. സൃഷ്ടി മോളെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവന്റെ കൂടെ ചെല്ല്. ഇനി വീട് കണ്ടുപിടിക്കാനെങ്ങാനും ബുദ്ധിമുട്ടിയാ അതും ഒരു പ്രശ്നമാകും. ചെല്ല്, വേഗം ചെല്ല്. ഓ, നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? വേഗം ചെല്ല്. എങ്ങനെയെങ്കിലും പ്രീതയുടെ വിരലിൽ നിന്ന് ആ മോതിരം ഒന്ന് ഊരി കിട്ടിയാൽ മതിയായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാ? നിന്നെ ഇവിടേക്ക് ഞാൻ അനുകരിക്കാൻ വിട്ടതാണോ? ഒന്നുമ്പതി റിംഗ് ഊരാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കും പ്രീത, ആക്ച്വലി ഞാൻ നിന്റെ പെയിൻ. നീ ഒരു കാര്യം പറഞ്ഞേ. അല്ല, നിന്റെ അടുത്തേക്ക് ഈ അപകടമൊക്കെ എങ്ങനെയാ കയറി വരുന്നേ? പിന്നെ നീ ജുവൽസിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ആദ്യം കാർത്തികയുടെ നെക്ലസിന്റെ പേരിലായിരുന്നു പഴി കേൾക്കേണ്ടി വന്നേ. ഇപ്പതാ കയ്യിൽ ഈ മോതിരം കുരുക്കി വെച്ചിരിക്കുന്നു. നീ കാരണം ഞാൻ ഓരോ കുഴിയിൽ പെട്ടോണ്ടിരിക്കുക. നീ ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു. നിർത്താമോ? ഇതിനു വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുന്നത്. അതാണെങ്കിൽ എന്റെ കൈ നൂരാനും പറ്റുന്നില്ല.